നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രാത്രി അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാ തന്നിരിക്കുന്ന തിരുവചനമാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ളത്. ദൈവമക്കളെ, ഇതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ ഒരു ഉപമയും പറഞ്ഞത്. നമുക്ക് ദൈവം തൻ്റെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷാ വേളയിൽ ശിഷ്യന്മാരോട് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എപ്രകാരം പ്രാർത്ഥിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന വേളയിൽ തന്നെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയാണ്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്നവർ കരങ്ങൾ കൊടുത്തു പറ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും, പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിയല്ലേ? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ മടുപ്പ് നമുക്കറിയുന്നത്. മണിക്കൂർ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് ശത്രുവിനോടുള്ള ഒരു വലിയ പോരാട്ടമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും പല വിധത്തിലുള്ള ചിന്തകളും പല വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളത്തിലേക്ക് വരുന്നത്. പക്ഷേ കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവജനത്തോട് പരിശുദ്ധാത്മാ പറയുന്നൊരു ദൂതാണ്: പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകരുത്. നോക്കുക, എല്ലാ വിഷയത്തിനും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്നുള്ള കാര്യം ഈ രാത്രി മറന്നു പോകരുത്. എവിടെ നാം പ്രാർത്ഥിക്കുന്നോ, എവിടെ നാം എന്ത് വിഷയത്തിന് പ്രാർത്ഥിക്കുന്നോ, അതിനൊരിക്കലും മറുപടി കിട്ടാതിരിക്കത്തില്ല. അതിൻ്റെ തക്ക ഉദാഹരണമാണ് തിരുവചനത്തോട് നമുക്ക് കാണുവാനായിട്ടിടയെ തരുന്നത്. അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് മടുത്തു പോകരുത്, പ്രാർത്ഥിക്കുന്നതിന് മടുത്തു പോകരുതെന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണം നാം ചോദിക്കുമ്പോൾ അതിന് 20 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഒന്ന് വായിച്ചാട്ടെ. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നോക്കുക, പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എന്തുകൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ദൈവരാജ്യം വരുന്നത്, ദൈവത്തിൻ്റെ രാജ്യം എപ്പോഴാണ് ഞങ്ങളുടെ മധ്യത്തിൽ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അതിന് പറയുന്ന മറുപടിയാണ് താഴോട്ടുള്ള വാക്യങ്ങൾക്ക് വായിക്കുന്നത്. വായിച്ചോ. പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും. അന്ന് നിങ്ങളോട് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയും. നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും അരുത്. മിന്നൽ ആകാശത്തിന് കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി. അതിന്റെ 26-ാമത്തെ വാക്യം അത് വായിച്ചു. 26-ാമത്തെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നോക്കുക, ദൈവത്തിൻ്റെ രാജ്യം വരുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് കർത്താവ് ഇവിടെ പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയും, നോഹയുടെ കാലം പോലുള്ളൊരു കാലം വരും. നമുക്കിപ്പോൾ കാണുന്ന സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അതുപോലുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് പ്രിയമുള്ളവരെ.
നോഹയുടെ കാലം പോലുള്ളൊരു കാലമാണ് ഈ സമയത്ത് നടക്കുന്നത്. കാരണം എന്താ? അവിടെ വായിക്കുന്നു, അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നോക്ക്, ദൈവത്തിൻ്റെ വരവിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് തിന്നുക, കുടിക്കുക, വിവാഹം കഴിപ്പിക്കുക, വിവാഹത്തിന് കൊടുക്കുക. കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത് നാം ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഹോട്ടലുകളിലാണ്. കാരണം എന്താ? മനുഷ്യന് എന്ത് തിന്നണമെന്നോർത്ത് ഓടിക്കൊണ്ട് നടക്കുകയാണ്, വെപ്രാളപ്പെട്ട് നടക്കുകയാണ്. ഓരോ ദിവസം കൂണ് മുളയ്ക്കുന്ന പോലെ ഹോട്ടലുകൾ പൊങ്ങി പൊങ്ങി വരുന്നു. കാരണം എന്താ? കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ് നമ്മളവിടെ കാണുന്നത്. നോഹയുടെ കാലം പോലുള്ള കാലം. നോഹയുടെ കാലത്തിൽ കർത്താവ് നോഹയോട് പറയുന്നു, ഇത്രയും അധപ്പതിച്ച ഒരു കാലഘട്ടം, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ദുഷ്ടതയുള്ളൊരു തലമുറയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ ദൈവം അതിൻ്റെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത, ദൈവം രക്ഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു കുടുംബമാണ് നോഹയുടെ കുടുംബം എന്ന് പറയുന്നത്. ഗോഫേർ മരം കൊണ്ട് ദൈവം പറഞ്ഞു, ഒരു പെട്ടകമുണ്ടാക്കണം, എന്നിട്ട് നീ ആ പെട്ടകത്തിൽ കടന്ന് നീയും നിന്റെ കുടുംബം പെട്ടകത്തിൽ കടക്കണം. അപ്രകാരം ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കാൻ വേണ്ടി പോകുകയാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ ഈ ഭൂമിയെ മൊത്തം ഞാൻ നശിപ്പിക്കും. ഇവിടുത്തെ പർവ്വജാതികളെ, ജന്തുക്കളെ, അതുപോലെ ജീവജാലങ്ങളെ സകലത്തിനെ നശിപ്പിക്കും. അതോടൊപ്പം തന്നെ മനുഷ്യവർഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം പദ്ധതി ഒരുക്കുന്ന പ്ലാനുകൾ ദൈവം നോഹയ്ക്ക് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം നാം ആദ്യത്തെ അധ്യായങ്ങൾ 6-ാം അധ്യായം മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം നോഹയുടെ ചരിത്രം നമുക്ക് അവിടെ കാണുന്നു. നോക്ക്, കർത്താവിന് വേണ്ടി നിന്ന ഒരു കുടുംബത്തെ ദൈവം പെട്ടകത്തിൽ കയറ്റി രക്ഷിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്കവിടെ കാണുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥകളായിക്കൊള്ളട്ടെ, പക്ഷേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ രാത്രി നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നോക്ക്, ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മളെ വലച്ചു കൊണ്ടുപോകുവാൻ ശത്രു നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാലോ, ഏതൊക്കെ ചുറ്റുപാടുകൾ നമുക്കെതിരായി നിലനിന്നാലോ, ഈ രാത്രി ആത്മാവിൽ ഒരു സത്യം തിരിച്ചറിയണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അവിടെ നോക്ക്, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബത്തെ, ഒരു കൂട്ടത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ചില പദ്ധതികളും ദൈവം ചില പ്ലാനുകളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ള സത്യം ഈ രാത്രി നമ്മൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് നാം ദൈവസനെ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ദൈവസനെ നാം എടുക്കപ്പെടത്തുള്ളൂ എന്നുള്ള കാര്യം ഈ രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. നോക്ക്, കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ എപ്പോൾ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത് കർത്താവ് പറയുന്ന കാര്യമാണ് നോഹയുടെ കാലം പോലുള്ള കാര്യം. എന്നാൽ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം കർത്താവ് പറയുന്നു, ലോത്തിന്റെ കാലം പോലുള്ള കാലം. എന്താണ് ലോത്തിന്റെ കാലം? ലോത്തിന്റെ കാലം നാം പഠിക്കുമ്പോൾ ഇതിനു ശേഷം നാം പഠിച്ചു വരും അബ്രഹാമിന്റെ നോക്ക് അനന്തരവരായിരിക്കുന്ന ലോത്ത്. നോക്ക്, അബ്രഹാമിനോട് കൂടെ യാത്ര പുറപ്പെടുന്നു, കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. പക്ഷേ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളും വിടുതലുകളും എല്ലാം കണ്ടു കഴിഞ്ഞ ലോത്ത് അബ്രഹാമിനെ വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ താൻ നോക്കിയത് എന്താ? നീരോട്ടമുള്ള സ്ഥലം നോക്കി താൻ പോകുന്നു. എവിടെ തന്റെ മൃഗജാതികളെ, തന്റെ കൂടത്തിലുള്ള മൃഗങ്ങളെ നോക്ക് സംരക്ഷിക്കാമെന്ന് കണ്ട് ലോത്തും കുടുംബവും അബ്രഹാമിനെ വിട്ട് അടുത്ത പട്ടണത്തിലേക്ക്, സോദോം ഗൊമോറയിലേക്ക് പോകുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനത്തിന്റെ പ്രത്യേകത ഏറ്റവും കഠിനമായ പാപികളായിരുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, ഈ രാത്രി ആത്മാവിൽ നമ്മളൊന്ന് വിധിഞ്ജനം ചെയ്യുമ്പോൾ ഒരു സത്യം തിരിച്ചറിയണം. ഈ കാലം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ലോത്തിന്റെ കാലം പോലുള്ള കാലമാണ്. ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒന്നും നമുക്ക് സുഖം തരുന്ന വാർത്തകളല്ല, നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളല്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ലോത്തിന്റെ കാലം പോലുള്ള കാലം വരുന്നുണ്ട്. ആ കാലം വന്നു കഴിയുമ്പോൾ ഓർത്തോ, കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ രാത്രി കർത്താവിന്റെ നാമത്തിൽ ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനമേ, ആത്മാവിൽ ഒരു സത്യം വിളിച്ചു പറയാ. ഈ രാത്രി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിന്റെ ചുറ്റും നടക്കുന്ന സകല കാര്യങ്ങളും ഇന്ന് രാത്രി നിന്നെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിൽ പെട്ടുപോകാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയായി, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമായി, കർത്താവിന് വേണ്ടി എടുക്കപ്പെടാനുള്ള തലമുറയായി ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൈവജനത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞു. നോക്കൂ, ഒന്ന് കർത്താവ് പറയുന്ന നോഹയുടെ കാലം പോലെ, രണ്ടാമത് ലോത്തിന്റെ കാലം പോലുള്ള കാലം, മൂന്നാമത് കർത്താവ് പറയുകയാണ് മനുഷ്യപുത്രന്റെ ദൈവരാജ്യത്തിന്റെ വരവിന്റെ മൂന്നാമത്തെ ലക്ഷണം ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം.
ഹല്ലേലൂയ. നമുക്ക് 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. 1 നോഹയുടെ കാലം പറയുന്നു, 2 ലോത്തിന്റെ കാലം പറയുന്നു, 3 ലോത്തിന്റെ ഭാര്യ ഓർക്കണം. എന്താണ്? തന്റെ നന്മകളും തന്റെ സമ്പത്തും വിട്ടുപോരാതെ ദൈവത്തിന്റെ ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടു ഇതൊന്നും വിട്ടുപോരാതെ അതിൽ തന്നെ പിടിച്ചു കെട്ടി കിടക്കുന്ന ഒരു തലമുറയാണ് ഈ തലമുറ. ആ തലമുറയിൽ നിന്ന് ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുക, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. എന്തൊക്കെ നിന്നെ പിടിച്ചു വെച്ചാലോ അതിൽ നീ പെട്ടുപോകാതെ ഈ രാത്രി കർത്താവിന്റെ വരവിന് വേണ്ടി, ഈ ലോകത്തെ ഒന്നും എന്നെ പിടിക്കത്തില്ല, ലോകത്തിന്റെ ഒരു ഇഷ്ടങ്ങളോ ലോകത്തിന്റെ ഒരു ചിന്തകളോ എന്നെ പിടിച്ചു വെക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയായി ഈ രാത്രി ദൈവജനം മാറട്ടെ. ഈ രാത്രി ദൈവജനം ഒരുങ്ങപ്പെടട്ടെ. ഇന്ന് രാത്രി ആത്മാവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ഈ രാത്രി നമുക്ക് മുന്നേറാം. ദൈവം അതിനുവേണ്ടി നമ്മെ ഒരുക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. ദൈവജനമേ, ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഇതേ തിരുവചനത്തിലൂടെ നമ്മളെ ഓരോന്ന് കാണിക്കുമ്പോൾ ഒരു സത്യം തിരിച്ചറിയണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമ്മുടെ കണ്ണിൽ കാണുന്ന ഒന്ന് നമുക്ക് സുഖമല്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഒന്ന് നമ്മളെ രസിപ്പിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉളവാക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു സത്യം തിരിച്ചറിയണം. എന്റെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവജന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തിയോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ, ഇങ്ങനെയുള്ള കാലം വെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്നവരുടെ കരങ്ങൾ കൊടുത്ത് പറ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നരുത്. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറയുന്നത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവജനമേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിച്ചെങ്കിൽ അതിൻ്റെ ഒരു കഥ കൂടെ കർത്താവ് താഴോട്ട് നാം വായിക്കുമ്പോൾ നമുക്ക് വായിക്കുന്നു. അതൊന്ന് വായിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് രണ്ടാമത്തെ വാക്യം മുതൽ. അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിയുടെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. 7ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവജനമേ, ഒരു മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയമില്ലാത്ത ഒരു ന്യായാധിപനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് കർത്താവ് ആ പ്രാർത്ഥനയുടെ അവസ്ഥയെക്കുറിച്ച്, പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു വിധവ ദുഷ്ടനായ ഒരു ന്യായാധിപന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, തൻ്റെ കാര്യം പറയുമ്പോൾ പല പ്രാവശ്യം ചെന്നിട്ടും ഈ വ്യക്തി ആ സഹോദരിയുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ അവസാനം താൻ പറയുന്നു, അവളെ ഭയം കൊണ്ട്, എന്താണ്, അവളെൻ്റെ മുഖത്തടിക്കുമെന്നുള്ള ഭയം കൊണ്ട്, അവളെന്നെ നിത്യശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവിടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കും. കർത്താവിന് സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമ്മളൊരു സ്ഥലത്ത് കയറി ചെന്ന ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ, ഒരു ദിവസം ചെന്നു, 2 ദിവസം ചെന്നു, അത് 3, 4 പല പ്രാവശ്യങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകും. എന്നാലും നമ്മുടെ കാര്യം നടത്താൻ വേണ്ടി നമ്മൾ പോകും. പക്ഷേ അവിടെ ഇരിക്കുന്ന വ്യക്തികൾ നമ്മളെ കണ്ട് അവർക്ക് അസ്വസ്ഥത തോന്നി അവരെ കാര്യം നടത്തി തരും. കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നൊരു ദൂതൊന്ന് ശ്രദ്ധിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, ഇന്ന് രാത്രി നിന്റെ ഒരു വിഷയത്തിന് മറുപടി കിട്ടില്ലെങ്കിലോ, നീ പല നാളുകൾ പ്രാർത്ഥിച്ചിട്ടൊരു മറുപടി കിട്ടാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഇന്ന് രാത്രി ആ വിഷയം വിട്ടുകളയരുത്. ദൈവസനെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ഈ രാത്രി പരിശുദ്ധാത്മാവിന് ചിലതൊക്കെ നിനക്ക് വേണ്ടി ചെയ്യാനുണ്ട്. നിന്റെ അവസ്ഥകൾ അറിയുവാൻ തക്കവണ്ണം, നിന്റെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയെ മടുത്തു പോകരുത്. പ്രാർത്ഥനയെ ബലമായി പിടിച്ചോ. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ അവൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഈ ന്യായാധിപനെ കുറിച്ച് പറയുന്നു, അവൻ കഠിനനായ ഒരു ന്യായാധിപതിയാണ്. മറ്റുള്ളവരെ ഭയമില്ലാത്ത, ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപതി ആയിരിക്കുമ്പോൾ തന്നെ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിധവ നിരന്തരം തന്നെ ശല്യപ്പെടുത്തുന്നുകൊണ്ട് അവൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവിടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കും.
കർത്താവിന് സ്തോത്രം പറയാമോ? എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിലെ 7-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയാം, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലോ. ഇന്ന് രാത്രി ഒരു ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. അല്ല നോക്ക്, ഒരു ന്യായാധിപൻ തന്റെ മുമ്പിൽ നിരന്തരം വന്ന് കഷ്ടപ്പെടുത്തുന്ന, തന്നെ ശല്യപ്പെടുത്തുന്ന, തന്റെ വിഷയത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുത്തുന്ന ഒരു സഹോദരിക്ക് തന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി നിരന്തരം പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്റെ വിഷയത്തിന് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തോടാണ് ഇന്ന് രാത്രി നമ്മൾ ആയിരിക്കുന്നത്, അവന്റെ സന്നിധിയിലായിരിക്കുന്നത്. കരങ്ങൾ അടിച്ചുകൊണ്ട് ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ട്. Rabana Shatana Rakaramana Durabarababa Udabalabala Dirabarabara Udabaram Shabarandala Vaidaba Udagal Kavarabarabara Durabarabara Udabaram Shaba. Hallelujah, hallelujah, hallelujah. Devajaname in the Ratri Atmavel Dudian Valichvarete Nagala Pratichudu Nagala Pratichudu Ninda Pratarika Marbadi Kitan Nilla North Ni Para Paranda Matuboga the Pratika Matuboga Pratika Ninda Pratarika Marbadi very well. E Ratri Karta Verangi Mandatunda നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇന്ന് രാത്രി ദൈവം ഒരുക്കമാണ്. കാരണം എന്താ? നിരന്തരമായി തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാർക്ക് വേണ്ടി ഈ രാത്രി ചെയ്യുവാൻ അവൻ ശക്തനായ ഒരു ദൈവമാണ്. ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ന്യായാധിപൻ തന്റെ നേരെ വന്നിരിക്കുന്ന, തന്റെ നേരെ നിൽക്കുന്ന സഹോദരിയെ കണ്ട് ഭയം കൊണ്ടാണ് അവൾക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതിയാൽ വിളിച്ചു പറയാ, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മറുപടി തരുന്നത് ദൈവം നമ്മളെ ഭയപ്പെട്ടത് കൊണ്ടല്ല, നീ രാപ്പകൽ നിലവിളിക്കുന്ന വ്യക്തിയായതുകൊണ്ട്, നിന്റെ വിഷയത്തിന് വേണ്ടി നീ മുട്ടുമെന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് കൊണ്ട് അത് കണ്ട് മനസ്സലിയുന്ന ഒരു നല്ല അരുമനാഥനായ ഒരു ന്യായാധിപനാണ് ഇതിന്റെ മധ്യത്തിലുള്ളത്. ആ കർത്താവ് ഇന്ന് രാത്രിയോ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായവനായ ദൈവമാണ്. ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ട്. Rabana Shatana Rakamana Shaduri Bibi Adagal Kabara Durabarabara Udabaram Shabarandana. They were in the Ratri or Ravsham Pratichitum, Palavashang Pratichitum, the Yama and the Pratik Marbadi Gandillo, and the Kil and the Vishu Marbadi Tillo Norta, Par Patachala Matiliponda, Atma in the Ratri Varayano, Ninda Vishimadi and Dura Pogatilla, Ninda Vishimadi Dura Pogatilla, Ninakavandi Marbadi very one, Ninakavandi Marbadi very one, Ninakavandi Marbadi very one. എന്റെ കർത്താവ് മനസ്സലിയുന്ന ദൈവമാണ്. അവൻ ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന, അവൻ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുവാൻ ശക്തിയുള്ള ദൈവം. ആ കർത്താവിനെ വിശ്വസിക്കുന്നവർ ഈ രാത്രി കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ശബാന ഹദുരാബാബാബാബാ. ഹല്ലേലൂയ. നിരന്തരം പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, രാപ്പകൽ കരയുന്ന ദൈവപൈതലേ, ഇന്ന് രാത്രി ഹന്ന അറിഞ്ഞപ്പോൾ ഹന്നയുടെ കണ്ണുനീര് കണ്ട ഒരു ദൈവമാണ് ഇന്ന് രാത്രി ഇതിന് മധ്യത്തിലുള്ളത്. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീര് മറികടക്കാത്തൊരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീര് മറികടക്കാത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീര് ചിലപ്പോൾ ആരും കണ്ടില്ലെന്നിരിക്കാം, പക്ഷെ നീ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ ഓരോ കണ്ണുനീർ തുള്ളിയിലും മറുപടി തരുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ഇതിന്റെ മധ്യത്തിലുണ്ട്. അവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മ ഇറങ്ങുന്ന രാത്രിയാണ്. അത് വിശ്വസിക്കുന്നവർ ഈ രാത്രി കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. Shabana Radha Baba Baba Shikala Radha Baba Shibaba Baba Baba Shudara Baba Baba Shikala Radha Baba. Oh, Rektatal Jem. Hallelujah. Hallelujah. In the Ratri Satyam Tirichar and Ratri Yamangal in the Karina, the Ivo by the lay, in the Karachilla Marigata Katori Kartavaniana, in the Ratrian and the Savik and the Karachilla Marvad there in the Kartavaniana, in the Ratrian and the Savik and the Karachil Elpan in the Aditrik or Kandilarica, then the Chutakar Kandilarica Pashabari Shutalmarino, Yapakan and the Hora Kandanir Kanda, other Marvad there one, Yan Vishwastana, the Yomana, Yan in the Apanana, in the Apanana, Alanokorina, even a Polola, or Dustanai and I. അല്ലയാണ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിപ്പാൻ ഈ രാത്രി ഞാൻ ദയയുള്ള കർത്താവാണ്. ശബാന ഹദുരി റിബിബി
ഇന്ന് രാത്രി ആരൊക്കെയോ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവേ, ഞാൻ എത്ര നാളുകളായി കണ്ണുനീരൊഴുക്കുന്നു, എത്ര നാളുകളായി കണ്ണീരൊഴുക്കുന്നു, എൻ്റെ ഇതുവരെ എനിക്കൊരു മറുപടി കിട്ടിയില്ലല്ലോ, എൻ്റെ തലമുറയ്ക്കൊരു മാറ്റം വന്നില്ലല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ മാസം തന്നെ ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ മാസം തന്നെ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ മാസം തന്നെ പരിശുദ്ധാത്മ ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ പ്രിയമുള്ള. അനീതിയുള്ളൊരു ന്യായാധിപൻ തൻ്റെ നേരെ വന്ന സഹോദരിക്ക് വേണ്ടി ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ദയയുള്ള കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. അവൻ നീതിമാനായൊരു ദൈവമല്ലേ പ്രിയമുള്ളവരെ? അല്ല, നീ സേവിക്കുന്ന ദൈവം കരുണയുള്ളൊരു ദൈവമല്ലേ? അവൻ നിന്റെ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ലല്ലോ. അവൻ നിന്റെ കണ്ണുനീരിനെ വിട്ടുപോകുന്നൊരു ദൈവമല്ലല്ലോ. നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമാണ്. ഇന്ന് രാത്രി നീതിയുള്ള കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. എന്നെ നിങ്ങളെ നോക്ക് കരഞ്ഞ് എന്റെ നിങ്ങളുടെ കരച്ചിൽ കണ്ട് കണ്ട് രസിക്കുന്ന ഒരു കർത്താവിനെ അല്ല ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീർ കണ്ടാൽ നിന്നോട് കൂടെ കരയുന്ന ഒരു കർത്താവ്, നിന്നോട് കൂടെ കരയുന്ന ഒരു കർത്താവ്, നിന്നോട് കൂടെ കരയുന്ന ഒരു കർത്താവ്. എഫേസ്യ ലേഖനം ഒന്നെടുത്താട്ടെ പ്രിയമുള്ളവരെ. അതിന്റെ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ചോദിച്ചാൽ അവൻ മറുപടി ഉറപ്പാണ്. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഇന്ന് രാത്രി ഒരു പ്രവേശനം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. സ്വന്തം ജനമായിരുന്ന യഹൂദന്മാരെ വിട്ട് അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞപ്പോൾ പുറംപറമ്പെ കിടന്ന ജാതികളായിരുന്ന നമ്മെ തെരഞ്ഞെടുത്തെങ്കിൽ പ്രിയമുള്ളവരെ, അവരെ മാത്രമല്ല കർത്താവ് സ്നേഹിച്ചത്, അവൻ്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയ ഓരോ വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഞാനും നിങ്ങളും. അവൻ്റെ രക്തത്തിൻ്റെ വിലയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും അവനോട് അടുത്ത് ചെല്ലുവാൻ ഒരു പ്രവേശനമുണ്ട്. അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഒരു പ്രവേശനം ദൈവം നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. അത് ഉറപ്പാണ്. അത് വിശ്വസിക്കുന്ന ദൈവജന കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും അടുത്ത ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. 2-ാമത്തെ കാര്യം ശ്രദ്ധിക്കണം. അവനിൽ ആശ്രയിച്ചിട്ട്, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ആ വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, നീ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി പിതാവിനോട് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം നിനക്കൊരു ധൈര്യമുണ്ട്. ധൈര്യം മാത്രമല്ല, നിനക്ക് കയറി ചെല്ലുവാൻ ഒരു സ്വാതന്ത്ര്യവുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എൻ്റെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലാം. കാരണം എന്താ? നമുക്ക് വേണ്ടി ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം അവൻ കൃപാസനം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. കൃപാസനം തുറന്നിട്ടിരിക്കുകയാണ്. ദേവാലയത്തിൻ്റെ നടുശീല തിരശീല 2-ആയി കീറിപ്പോയപ്പോൾ നോക്കുക, ഏത് സമയത്തും അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ നോക്കുക, അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം കൃപാസനം നമുക്ക് വേണ്ടി തുറന്നു വെച്ചെങ്കിൽ ഈ രാത്രി ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാ, ഏത് പാതിരാത്രി ആയിക്കൊള്ളട്ടെ, ഏത് അർദ്ധരാത്രി ആയിക്കൊള്ളട്ടെ, ഏത് സമയത്തായിക്കൊള്ളട്ടെ, നിന്റെ വിഷയമായി പിതാവിന്റെ അടുക്കലേക്ക്, അപ്പന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് നിന്റെ വിഷയം ദൈവത്തിന് വെൽക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്കും നിങ്ങൾക്കും ഒരു പ്രവേശനം തന്നിട്ടുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവജനം ഈ രാത്രി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. 3-ാമത്തെ കാര്യം എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടവനത്രേ. നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച പ്രിയമുള്ളവർ, നമ്മുടെ പുരോഹിതന്റെ, നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത
നാം സേവിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ അടുത്ത് ചെല്ലുന്ന നമ്മുടെ മഹാപുരോഹിതൻ്റെ പ്രത്യേകത നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. നിന്റെ ബലഹീനത കണ്ട് ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഏത് സമയത്ത് അപ്പൻ്റെ അടുക്ക ചെന്ന് അപ്പാ ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പാപത്തിൻ്റെ ചിന്തകൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മളോടൊരു സഹതാപം കാണിക്കുന്ന ഒരു പുരോഹിതന്റെ അടുക്കലല്ല ഇന്ന് രാത്രി ചെല്ലുന്നത്. ഞാനും നിങ്ങളും, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതന്റെ അടുക്കലാണ് ഈ രാത്രി ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നോക്ക്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി അവൻ പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരുന്നപ്പോൾ സകലത്തിലും നമ്മോട് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവാണ്. വിശന്ന ഒരു കർത്താവ്, അവന് ദാഹിച്ച ഒരു കർത്താവ്, നിന്റെ കഷ്ടത അറിഞ്ഞൊരു കർത്താവ്. ഇന്ന് രാത്രി ഈ പുരോഹിതന്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ ധൈര്യത്തോടെ ചെല്ല്. ഏത് സമയത്ത് അടുത്ത് ചെല്ലുവാൻ, ഏത് സമയത്ത് ചെല്ലുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് വലിയൊരു പ്രവേശനം തന്നിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പ്രിയമുള്ളവരെ, ഏത് സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി തരുന്ന ഒരു പുരോഹിതന്റെ അടുക്കലാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള, എന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ള ഒരു നല്ല പുരോഹിതനാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഏത് സമയത്തും എനിക്ക് അപ്പന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഒരു കർത്താവാണ് ഇന്ന് രാത്രി നമുക്കുള്ളത്. രണ്ടാമത് ആ ലൂക്കോസ് സുവിശേഷം തന്നെ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയും കൂടെ അവിടെ പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം പ്രിയമുള്ള. 2-ാം അധ്യായം, 18-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ള. രണ്ടാമത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ വൃദ്ധന്മാരാണ് നമ്മൾ. അടുത്തിരിക്കുന്നവരോട് കരങ്ങൾ കൊടുത്ത് പറ, നീ ദൈവത്തിന്റെ വൃദ്ധനാണെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? ആ ഉറപ്പുള്ള ദൈവജന കരങ്ങൾ ഉയർത്തിന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ദൈവത്തിന്റെ വൃദ്ധനാണെന്ന് വിശ്വസിക്കുന്ന ദൈവജനം എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. വൃദ്ധസ്ഥൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, കർത്താവിന് വേണ്ടി മാറ്റപ്പെട്ടവൻ. അവന്റെ കാൽവറി ക്രൂശിലെ രക്തം കൊണ്ട് നോക്ക് പാപം മാറ്റി, ശത്രുവിന്റെ സകല ശത്രു കൊണ്ടുവെക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും വിടുവിച്ച് മാറ്റി നിർത്തി ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ള ചിന്തിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, നിന്റെ പ്രാർത്ഥന കേൾക്കാതെ ദൈവം ഇരിക്കത്തില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാതെ ദൈവം ഇരിക്കത്തില്ല. കാരണം എന്താ? നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വൃദ്ധനാണ് എന്നുള്ള കാര്യം ഈ രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. 40-ാം സങ്കീർത്തനം അതിന് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 40-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. ഒക്കെ കർത്താവിനോട് പറയുകയാണ്, സംഗീതക്കാരൻ പറയുന്നു, എന്റെ ദൈവമേ, നീ ചെയ്ത അത്ഭുതങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വലിയതാകുന്നു. നോക്ക, തൻ്റെ വൃദ്ധന് വേണ്ടി ഇന്ന് രാത്രിയും വിചാരപ്പെടുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഞാനും നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ഒത്തിരി വിചാരങ്ങളും നമുക്ക് ഒത്തിരി ചിന്തകളും ഒക്കെ ഉണ്ട്. പക്ഷേ ആ വിചാരങ്ങൾക്കും ചിന്തകൾക്കും മീതെ എൻ്റെ കർത്താവിൻ്റെ വിചാരങ്ങൾ വലുതായിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇരമ്യ പ്രവചനത്തിൽ അത് തോന്നുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളും എൻ്റെ വിചാരങ്ങൾ അതിന് മീതെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന, നിനക്ക് വേണ്ടി വേദനപ്പെടുന്ന, നിനക്ക് വേണ്ടി ഭാരപ്പെടുന്ന, നീ ഭാരപ്പെടുമ്പോൾ തന്നെ നീ ഭാരപ്പെടണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഭാരപ്പെടുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തെ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന് വൃദ്ധനാണെങ്കിൽ നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി എന്നോട് കൂടെ നിങ്ങളോട് കൂടെയുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവജന കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സംഗീതകാരൻ പറയുന്നു, കർത്താവേ, നിന്റെ വിചാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാകുന്നു.
അതെത്ര വലിയതായ വിചാരങ്ങളാണെന്നോ നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷേ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവന് സ്തോത്രം പറയാമോ പ്രിയമുള്ളവരെ? ഇന്ന് രാത്രി നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷേ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കാത്തതിനേക്കാൾ അപ്പുറമായ കാര്യമാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നത് അല്ല നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ കാര്യമാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദൈവം ചിന്തിക്കുന്നത് അല്ല നീ ചിന്തിക്കാത്തതിനേക്കാൾ അപ്പുറമായ കാര്യമാണ്. ഈ രാത്രി വിശ്വസിക്കുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിന്തിക്കുന്നത്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വിചാരപ്പെടുന്നത് അല്ല ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ട് ഈ രാത്രി ഞാൻ ദൈവത്തിന് വൃതനായതുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ ചെയ്തെടുക്കുന്നു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചിലതൊക്കെ മാറ്റിവെക്കുന്നു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കി വെക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവജന ശക്തിയോടെ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ആത്മാവ് ഞാൻ വിളിച്ചു പറയുക, നിനക്ക് വേണ്ടി ചിലതൊക്കെ വിചാരപ്പെടുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവുണ്ട്. നീ ദൈവത്തിന് വ്രതസ്ഥനായതുകൊണ്ട്, അല്ല നീ ദൈവത്തിന് മാറ്റപ്പെട്ടവനായതുകൊണ്ട് ഈ രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയുക, നിനക്കുള്ളത് മാറ്റിവെക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ആ കർത്താവിന്റെ ശക്തിയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുമ്പോൾ അത് താഴോട്ട് വായിക്കുന്നു, തൽസമയത്ത് നമുക്ക് വേണ്ടി ചെയ്യുന്ന പുരോഹിതനാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. തൽസമയത്ത് നമുക്ക് കരുണ ലഭിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അവിടെ പറയുന്നു, തക്ക സമയത്ത് നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവമാണ്. തക്ക സമയത്ത് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. നീ ചിന്തിക്കുന്ന സമയമല്ല, നാം വിചാരിക്കുന്ന സമയമല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി തൽസമയത്ത് ചെയ്യുന്നൊരു ദൈവത്തെയാണ്. തൽസമയത്ത് ചെയ്യുന്നൊരു ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. തിരുവചനത്തിലൂടെ പറയുന്നു, തൽസമയത്ത് ചെയ്യുന്നൊരു പുരോഹിതനാണ് ഇന്ന് രാത്രി എന്നോട് കൂടെ നിന്നോട് കൂടെ ഉള്ളത്. ആ കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രി നമ്മുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമായി നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തക്ക സമയത്ത് ചെയ്യുന്ന ഒരു നല്ല അപ്പൻ ഇന്ന് രാത്രി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. നിനക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായവനായൊരു ദൈവമാണ്. ഹല്ലേലൂയ. ആ വാക്യത്തിലേക്ക് താഴോട്ട് വരുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നൊരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ വായിക്കുന്നു, ഒന്ന്, അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. സാധാരണ രീതിയിലുള്ള മറുപടി കിട്ടും. പക്ഷേ അടുത്ത വാക്കൊന്ന് ശ്രദ്ധിക്കണം, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മ വേഗത്തിൽ ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. വേഗത്തിൽ ചിലത് ചെയ്യാൻ വേണ്ടി പോകുക. ഈ 2024 ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ മെയ് മാസമായപ്പോൾ ഇന്ന് വരെ മറുപടി കണ്ടില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ദൈവജനമേ, ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, വേഗത്തിൽ ചിലത് നിന്റെ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധാത്മ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. വേഗത്തിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ചിലത് ചെയ്ത് വേഗുവാൻ ദൈവം വിശ്വസ്തനായൊരു ദൈവമാണ്. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. നിസാർ മാസം 13-ാം തീയതി ഹാമാനും കൂട്ടരും കൂടെ മൊർദെഖായി എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആ വർഷത്തെ മൊത്തം മാസം എടുത്തിട്ട് ചീട്ടിടുകയാണ്. എന്തിനാ ചീട്ടിടുന്നത്? യഹൂദന്മാരെ മൊത്തം കൊന്നുകളയുവാൻ വേണ്ടി. എന്താണ് തക്ക സമയമെന്ന് ചിന്തിച്ച് അതൊക്കെ 1-ാം മാസം മുതൽ 12-ാം മാസം വരെയുള്ള, ആധാർ മാസം വരെയുള്ള മാസങ്ങൾ ചീട്ടിടുന്നു. അങ്ങനെ അവർ ചീട്ടിട്ട് കിട്ടിയ മാസമാണ് ഈ 12-ാം മാസമായിരിക്കുന്ന ആധാർ മാസം 13-ാം തീയതി. എന്നാൽ ദൈവം ആ ഹാമാന്റെ ചിന്തകളെ മാറ്റി, അല്ല ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ല നോക്ക് ദൈവദാസന്റെ എതിരായി നിന്ന പദ്ധതികളെ മാറ്റി ദൈവം 3-ാമത്തെ മാസത്തിൽ ഈ രേഖ തിരിച്ചെഴുതുന്നു. ഇത് ആ ദിവസം തന്നെ അല്ല നോക്ക് ദൈവജനത്തിനെതിരായി ഉണ്ടാക്കിയ ചീട്ട് മാറ്റി വേഗത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം, വേഗത്തിൽ ചിലത് ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം, വേഗത്തിൽ ചിലത് ചെയ്തു തീർക്കാൻ തക്കവണ്ണം ദൈവം ചിലത് അല്ല നോക്ക് ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ഈ രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, ദൈവജനത്തിനെതിരായി നിൽക്കുന്ന ചില ശത്രുവിന്റെ പദ്ധതികളെ വേഗത്തിൽ തീർപ്പ്
കൽപ്പിക്കുവാൻ, വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുവാൻ എന്റെ ദൈവം ചില ഡേറ്റുകൾ തീരുമാനിക്കുന്നു. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവജനം ശക്തിയോടെ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി ശത്രു ഡേറ്റ് ഇട്ട് അല്ല പദ്ധതികൾ ഒരുക്കുമ്പോൾ ഈ രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, ആ ഡേറ്റിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി ചിലത് അല്ല നോക്കാൻ മാറ്റി എഴുതുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം ഇന്ന് രാത്രി ഓർക്കണം, നമ്മൾ കേൾക്കുന്ന ഈ പിശാച് എന്ന് പറയുന്നത് പൊട്ടനാണ്. ഒന്ന് പറഞ്ഞാട്ടെ, പിശാച് പൊട്ടനെന്ന് പറഞ്ഞാട്ടെ. പേടിയില്ലാത്തവരൊക്കെ പറ പിശാച് പൊട്ടനാന്ന്. പിശാചിനെ പേടിയില്ലാത്തവരുടെ കാര്യം പറഞ്ഞ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷം മൊത്തം ചിന്തിച്ചിട്ട് അവസാന മാസമാണ് പ്ലാൻ ചെയ്യുന്നത് യഹൂദന്മാരെ കൊല്ലാൻ. പിശാച് പൊട്ടനാന്ന് അതാ ഞാൻ പറഞ്ഞേ. ഒന്നാം മാസം മുതൽ 12 മാസം വരെ നോക്കിയിട്ട് വർഷത്തിന്റെ അവസാന മാസം കൊണ്ട് ചീട്ടിടുന്നു, ഈ അവസാന മാസം വരെ കൊല്ലണം. പക്ഷേ നമ്മുടെ കർത്താവ് ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ, വർഷങ്ങളുടെ കണക്കെടുത്തല്ല ദൈവം ചെയ്യുന്നത്, മാസങ്ങളുടെ കണക്കെടുത്തല്ല ദൈവം ചെയ്യുന്നത്. ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ വിശ്വസ്തനാണ്. മാസങ്ങളുടെ കണക്ക് നോക്കിയല്ല, വർഷങ്ങളുടെ കണക്ക് നോക്കിയല്ല ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ രാത്രി ഈ സമയത്ത് തന്നെ നിനക്ക് വേണ്ടി ചെയ്യുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അത് വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി ശക്തിയോടെ ആ കർത്താവിനെ സ്തുതിച്ചാട്ട്, അന്യഭാഷയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. നാളുകൾ ശത്രു കണക്കെഴുതി വെക്കുമ്പോൾ, നാളുകൾ നിന്നെ നശിപ്പിക്കുവാൻ ശത്രു പദ്ധതികൾ ഒരുക്കുമ്പോൾ, ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഇന്ന് രാത്രി ചിലത് നിനക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഉടകൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുന്ന ദൈവജനമേ, കരയുന്ന മാതാവേ, പിതാവേ, ഈ രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ശത്രു മണിക്കൂറുകളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ, അല്ല നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് മണിക്കൂറുകളുടെ കണക്കല്ല, വർഷങ്ങളുടെ കണക്കല്ല. ഈ രാത്രി നിനക്ക് വേണ്ടി ചെയ്യുവാൻ, ഈ രാത്രി നിനക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടി ചിലത് ഇന്ന് രാത്രി തന്നെ ദൈവം ചെയ്യാൻ ശക്തനാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നാളുകളായി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നാളുകളായി പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഈ രാത്രി ദൈവം മറികടക്കത്തില്ല, ഈ രാത്രി ദൈവം മാറ്റത്തില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനായ ഒരു ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായം അതിന് 5-ാം വാക്യം വായിക്കുമ്പോൾ, ഒരു സഹോദരി കല്ലറവാതിൽക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സഹോദരിയുടെ ഒറ്റ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കൊണ്ടുപോകണം, എൻ്റെ കർത്താവിനെ എനിക്ക് കൊണ്ടുപോകണം. അവിടെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയല്ല അവക്ക്, അവിടെ തലമുറയെക്കുറിച്ചുള്ള ചിന്തയല്ല അവക്ക്, നാളെ എന്തായി തീരുമെന്നുള്ള ചിന്തയല്ല അവക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ കർത്താവിനെ അവക്ക് കൊണ്ടുപോകണം. യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നു. കല്ലറയിൽ നിന്ന് 3-ാമത്തെ ദിവസം പുറത്തു വന്ന് പാതാള പറുദീസയിലേക്ക് പോയി ബദ്ധന്മാരെ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കർത്താവ് കാണുന്നത് ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കർത്താവ് നോക്കിയപ്പോൾ ഈ സഹോദരിയുടെ കണ്ണുനീരിനെ മറികടന്നു പോകാൻ കഴിയുന്നില്ല. കാരണം എന്താ? അവൾക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, എൻ്റെ അപ്പനെ എനിക്കൊന്ന് കാണണം. കർത്താവ് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്താ? ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ച് പറയട്ടെ, മറ്റെന്തൊക്കെ വിഷയങ്ങൾ കർത്താവിൻ്റെ പ്ലാനിലുണ്ടെങ്കിലും,
മറ്റൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ കർത്താവിൻ്റെ ഡയറിയിൽ ഉണ്ടെങ്കിലോ ഇന്ന് രാത്രി കരയുന്ന ദൈവവൈതലാണോ നീ? നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ദൈവവൈതലാണോ നീ? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, കർത്താവിൻ്റെ ഡയറി കുറിപ്പുകൾ മാറ്റിവെച്ച് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ഇറങ്ങുന്ന രാത്രിയാണ്. നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാണ്. കർത്താവിന്റെ വിഷയം എന്തായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ആത്മ പറയുന്നു, നീ കരയുന്ന ദൈവവൈതലാണെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി എൻ്റെ അപ്പൻ ഇറങ്ങുന്ന രാത്രിയാണ്. ഉടകൾ കബറബറബറബറ ദുരബറബറബറബറബ ഉടകൾ കബറബറബറബറ ദുരബറബറബറബറബ ശികാലറദറദറദറ ചുമമമമന ദുരബബബബ ശികാലറ ദുരിബിബിബി. നമ്മൾ ചിന്തിക്കും, കർത്താവിന് പോകാൻ വേറെ വഴിയില്ലായിരുന്നോ? ഈ കല്ലറയുടെ വാതിക്കൽ കൂടെ തന്നെ പോണായിരുന്നു, ഈ സഹോദരിയുടെ കരച്ചിൽ മുമ്പിൽ കൂടെ തന്നെ പോണായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നൊരു ദൂതൊന്ന് ശ്രദ്ധിക്കണം. നീ എവിടാണോ കരയുന്നത് അവിടെ നിന്റെ അടുക്കൽ വരുന്നൊരു കർത്താവാണ്. പ്രിയമുള്ളവരെ, എവിടെ നിന്നാണോ നീ കരയുന്നത് നോക്ക്, കർത്താവിന് വേറെ പോകാൻ വഴിയില്ലാഞ്ഞിട്ടല്ല, കർത്താവിന് വേറെ പദ്ധതികളില്ലാഞ്ഞിട്ടല്ല, കർത്താവിന് വേറെ പ്ലാനുകളില്ലാഞ്ഞിട്ടല്ല. ഇന്ന് രാത്രി നിന്റെ വിഷയം തീർത്തിട്ട് എൻ്റെ കർത്താവ് അടുത്ത കാര്യത്തിന് വേണ്ടി പോകത്തുള്ളൂ. നിന്റെ വിഷയം തീർത്തിട്ട് എൻ്റെ കർത്താവ് അടുത്ത കാര്യത്തിന് പോകത്തുള്ളൂ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നതിനൊരു മറുപടി നിന്റെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പോകുകയാണ്. നാളുകളായി നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടി നിന്റെ കണ്ണുകൊണ്ട് ഈ മാസം തീരുന്നതിന് മുമ്പ് തന്നെ ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണുകൊണ്ടത് കാണത്തക്കവണ്ണം ദൈവം നിനക്ക് വേണ്ടി ഈ രാത്രി ഇറങ്ങുന്ന രാത്രിയാണ്. ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാണ്. ഉടകൾ കബറബറബറബറ ദുരബറബറബറബ ശിബാല റാധുരിബിബിബി. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഇന്ന് രാത്രി കർത്താവിൻ്റെ പ്രോഗ്രാമുകളെ മാറ്റാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിന്റെ വിഷയം തീർത്തിട്ടേ കർത്താവ് അടുത്ത കാര്യത്തിന് പോകത്തുള്ളൂ. നിന്റെ വിഷയം തീർത്തിട്ടേ കർത്താവ് അടുത്ത കാര്യത്തിന് പോകത്തുള്ളൂ. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ചാട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഒന്ന്, നീ പ്രാർത്ഥിക്കുന്നതിന് നിനക്ക് മറുപടി കിട്ടുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, നീ രാപ്പകൽ നിലവിളിക്കുന്നൊരു വ്യക്തിയാണ്. നിന്റെ മറുപടി കിട്ടാൻ രണ്ടാമത്തെ കാര്യം, നീ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. നിന്നെ വിട്ട് കർത്താവ് മാറത്തില്ല, നിന്നെ വിട്ട് കർത്താവ് മാറത്തില്ല. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. ഇന്ന് രാത്രി അവൻ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളൊരു ദൈവമാണ്. ഇന്ന് രാത്രി അവൻ പ്രവർത്തിപ്പാൻ കഴിവുള്ളൊരു ദൈവമാണ്. മറിയ കരഞ്ഞെങ്കിൽ മറ്റാർക്ക് ലഭിക്കാത്തത് അവൾക്ക് ലഭിച്ചു. 12 ശിഷ്യന്മാർക്ക് കിട്ടാത്തത് മറിയയ്ക്ക് കിട്ടി. കർത്താവിൻ്റെ ഉയർപ്പ് ആദ്യം അറിഞ്ഞത് മറിയയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിന്നെ ചിലത് ആദ്യം അറിയിക്കുവാൻ, നിനക്ക് വേണ്ടി ചിലത് ആദ്യം മാറ്റിവെക്കുവാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഇതിൻ്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഹല്ലേലൂയ, എന്നെ വിട്ട് മറികടന്ന് പോകരുതേ, എന്നെ വിട്ട് മറികടന്ന് പോകരുതേ. എൻ്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ വിട്ട് മറികടന്ന് പോകരുത്. ഇന്ന് രാത്രി എൻ്റെ വിഷയത്തിന് മറുപടി കണ്ടേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ. യാക്കോബിനെ നോക്കിയേ, യാക്കോബേ, നീ എന്തിനാണ് ഈ 2 കൂട്ടത്തെ അക്കരെ കടത്തിയിട്ട് ഈ യാക്കോബിൻ്റെ കടവിൽ കിടന്ന് നീ ദൂതനമായിട്ട് മല്ല് പിടിക്കുന്നത്? യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ 20 വർഷം ഞാൻ കിടന്ന് അധ്വാനിച്ചു, അതിൻ്റെ സകല അനുഗ്രഹങ്ങളും എൻ്റെ കൂടെയുണ്ട്. പക്ഷെ ഈ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തീരത്തില്ല, ഇത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അപ്പൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും മാറിപ്പോകത്തില്ല. ആ അനുഗ്രഹം എൻ്റെ നിത്യത വരെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് യാബോക്കിന്റെ കടവിൽ നിന്ന് യാക്കോബ് നിലവിളിക്കുകയാണ്, അപ്പാ, എന്നെ വിട്ട് മാറരുത്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ,
ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ അനുഗ്രഹിച്ചിട്ടേ കർത്താവ് പോകത്തുള്ളൂ, നിന്നെ അനുഗ്രഹിച്ചിട്ടേ കർത്താവ് പോകത്തുള്ളൂ. ചിലപ്പോൾ മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കുക, ചിലപ്പോൾ നീ ചിന്തിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലല്ലോ എന്നോർക്ക്. പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് നീ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കത്തുള്ളൂ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് നീ എഴുന്നേക്കത്തുള്ളൂ. ഇന്ന് രാത്രി വിശ്വസിക്കുക, നിന്റെ